ഹലോ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. നമ്മളെ റഹ്മത്തുള്ള കാസിമി വീണ്ടും വെളിച്ചപ്പാടുമായി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, ന്യായീകരണവുമായിട്ട്. അദ്ദേഹം പറഞ്ഞു പെട്ടു എന്നല്ല ന്യായീകരിക്കുക ചെയ്യണത്. അദ്ദേഹത്തിന് പിരാന്ത് മൂക്കാണ് ചെയ്യുന്നത്. ഏത് പിരാന്ത്? ജദുബിൻ്റെ ആളെന്ന് പറയുന്ന പിരാന്താണെന്ന് മനസ്സിലാണത്. കാരണം ആൾ തീജാനിൻ്റെ തരീക്കത്തിൻ്റെ ആളൊക്കെ ആണല്ലോ. എന്തൊക്കെയാണ് ആളെ തൊള്ളിൽ കൂടെ പറയുന്നത്? ഇവിടെ ശരി പറഞ്ഞു കൊടുക്കും, എന്നാൽ ഇവിടെ അമുസ്ലിമീങ്ങളാണത് സ്വീകരിക്കുക. മുസ്ലിമീങ്ങൾ സ്വീകരിക്കൂല. മുസ്ലിമീങ്ങൾ എന്ത് പറഞ്ഞാലും എന്താണ് സ്വീകരിക്കൂല. മുസ്ലിമീങ്ങൾ എന്ത് പറഞ്ഞാലും അംഗീകരിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അള്ളാഹ് പറഞ്ഞാൽ എന്താണ്? ഫദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞത്, നിങ്ങൾ ഉപദേശിക്കുക. ഫഇന്ന ദിക്റാ, തീർച്ചയായിട്ടും ഉപദേശം, തൻഫഉൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കാണ് ഉപകാരപ്പെടുക. അല്ലാത്തവർ അതിനകത്തോട്ട് തിരിഞ്ഞു കളയുക ചെയ്യുക. റഹ്മത്തുള്ള ഖാസിമി വലിയ ഖുർആൻ പണ്ഡിതനാണെന്നൊക്കെ പറഞ്ഞ് ഖുർആൻ പരിഭാഷ ചെയ്തിട്ടുണ്ട്. ഖുർആൻ പരിഭാഷ തനിച്ച കുഫറാണെന്ന പഴയ അലിമികൾ സംസുലുലമൊക്കെ പറഞ്ഞത്. മഹാനായ ഏറ്റവും വലിയ സമസ്തൻ്റെ കുറേ കാലം പ്രസിഡൻ്റായിരുന്ന ഉസ്താദുൽ അസാത്തിദ്, ബഹുമാനപ്പെട്ട താജുലുലമ സദഖത്തുൽ ഉസ്താദ് പറഞ്ഞത് അത് പറ്റൂല എന്നാണ്. ഖുർആൻ പരിഭാഷക്കെതിരെ ആദ്യമായിട്ട് ലേഖനം എഴുതിയത് അദ്ദേഹമാണ്. അതുമാത്രമല്ല, 1900 ആദ്യത്തിൽ ഖുർആൻ പരിഭാഷപ്പെടുത്തിയപ്പോൾ കണ്ണൂരിലുള്ള മായിൻകുട്ടി എടയ എന്ന് പറയുന്ന ഒരാൾ, ഒരു പണ്ഡിതൻ, ഖുർആനിൻ്റെ അല്പഭാഗം പരിഭാഷപ്പെടുത്തിയപ്പം അന്നുള്ള പണ്ഡിതന്മാരൊക്കെ എതിർപ്പുകൾ കാരണമായിട്ട് അത് കടലിൽ കെട്ടിത്താത്തി എന്നാണ് പറയുന്നത്. അത് അതിന് ഖുർആൻ EK അസം മുസ്ലിയാർ, AP അബൂബക്കർ മുസ്ലിയാർ, EK ഇവരൊക്കെ അതിനെ വിമർശിച്ചിട്ടുണ്ട് ഒരു കാലത്ത്. ഇപ്പം അതിൻ്റെ അനുയായികളെ ന്യായീകരിക്കുക. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഇപ്പോൾ അവിടെ കണ്ട കാഫിരീങ്ങളെ കയ്യിലൊക്കെ ഖുർആനെത്തി. തോന്നിയ രൂപത്തിൽ യുക്തിവാദികൾ പരിഭാഷപ്പെടുത്തി എടുത്ത് വാദിക്കാൻ തുടങ്ങി. അപ്പോൾ അതാണ് അതിൻ്റെ ഇജാസത്ത് നഷ്ടപ്പെടുന്നൊക്കെ ആവുന്ന ഞാൻ പറഞ്ഞത്, ഈക്കൊക്കെ പറഞ്ഞത്. താജുലുലമ സദഖത്തുൽ ഉസ്താദ് പറഞ്ഞാണ് ഇജാസത്ത് നഷ്ടപ്പെടുന്നു. ഇന്ന് ഈ ഞെളിയുന്ന ആളുകളൊക്കെ ന്യായീകരിക്കുന്നവരാണല്ലോ ഭൂരിപക്ഷം ആളുകളും. ഈക്കനെ അംഗീകരിക്കുന്ന ആളുകൾ, ഈക്ക സമസ്തൻ്റെ ആളുകളാണെന്ന് പറയുന്ന ആളുകൾ പോലും ചിലർ ഖുർആൻ പരിഭാഷനെ ന്യായീകരിക്കുന്നത്. അതാണ് അത്ഭുതം. എല്ലാവരും എന്നല്ല, ആത്മാർത്ഥമുള്ള നിഷ്പക്ഷമതികളായ ആളുകൾ, സർവ ഫൈസിമാരും എന്നതുപോലെ ആത്മാർത്ഥതയുള്ള മറ്റുള്ളവരൊക്കെ അതിന് എതിര് തന്നെയാണ് ഇപ്പോഴും. അത് ബഹുമാനപ്പെട്ട ഈ ജിഫിരി തങ്ങളൊക്കെ അതിനെപ്പറ്റി അത് ഇടയ്ക്കിടയ്ക്ക് പറയലുണ്ട്. ഇതാണ് ഷെയ്ഖുന പറഞ്ഞത്, അത് ഖുർആൻ പരിഭാഷ പാടില്ല എന്നൊക്കെ. അപ്പോൾ ഇതും അംഗീകരിക്കാത്ത, ജിഫിരി തങ്ങളെയും അംഗീകരിക്കാത്ത ആളുകൾ ആ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ആളുകളാണ് ഈ മതത്തിനെ രാഷ്ട്രീയമായിട്ട് കലർത്തിയിട്ട് ഇവിടെ ഫിത്തന ഉണ്ടാക്കുന്നത്. എന്നാൽ റഹ്മത്തുള്ള ഖാസിമിൻ്റെ കുറച്ച് കടന്നുപോയി. അദ്ദേഹം പറഞ്ഞത് ഇവിടെ തിരിച്ചെടുക്കാൻ പറ്റാത്ത വാക്കുകൾ, ന്യായീകരണമായിട്ട് വന്ന് നിൽക്കുന്നിട്ട്. അയാൾ വഹാബിസത്തിനെതിരെ അവിടെ ബുക്ക് എഴുതിയിട്ടുണ്ട്. അയാളെക്കാൾ ഉഷാറായിട്ട് ഇവിടെ നജീബ് മൗലവി വഹാബിസം എന്ന് പറഞ്ഞൊരു ബുക്ക് ഇപ്പോൾ അടുത്ത് പുറത്തിറക്കി, 2ാമത്തെ ഭാഗം പുറത്തിറക്കി. എന്നതുപോലെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി വഹാബിസത്തിനെ പറ്റി പ്രസംഗിക്കണം. എന്നതുപോലെ അമ്പലകടവ് ഫിസി വഹാബിസത്തിനെ പറ്റി ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. ഇയാൾക്ക് മാത്രം ഒരു വെളിച്ചപ്പാടുണ്ടായത്. ഇത് നമ്മൾ തിരിച്ചറിയണം. ഇതേ രൂപത്തിലാണ് ഈ മഹാന്മാരെ പണ്ഡിതന്മാരൊക്കെ തെറി പറഞ്ഞ ആളുകൾക്ക് ഇപ്പം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതാണല്ലോ പ്രധാനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ലാ തഅതബന്നഹദൻ ഫദലന്നലിലുലമ വലോ ബിജഹലിൻ ജറാ ഫീ നഫ്സിക തലഫൂന്ന്. പണ്ഡിതനാണെന്ന് അറിയില്ല, ഇനി വലിയ പണ്ഡിതനാണെന്ന് അറിയാതെ നമ്മളവരെ ആക്ഷേപിച്ചാലും അവരെന്ത് ചെയ്യും? അവർ നശിച്ചു പോകും. ഇതുപോലെ വിഷം പോലെ. നസഫമത്ത മകുന്ത തകുലുഹു വലോ ബിജഹലിൻ ജറാ ഫീ നഫ്സിക തലഫൂന്നാണല്ലോ. വിഷമാണെന്ന് അറിയാതെ കഴിച്ചാൽ നീ നശിക്കുന്നത് പോലെ. ആ പണ്ഡിതന് AP ഒന്നും വലിയ പണ്ഡിതനാണെന്ന് എനിക്കറിയില്ല ഇനി. അല്ലെങ്കിൽ സദഖത്തുൽ ഉസ്താദൊക്കെ എന്താണ്, നമ്മുടെ ഉസ്താദിൻ്റെ ഉസ്താദാണെങ്കിലും അയാൾക്ക് അറിയപ്പെട്ട ഇൽമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ടല്ലോ. അതിൻ്റെ കുരുത്തക്കേട് വാങ്ങപ്പം ചെയ്യണത്. എന്നതുപോലെ EK എന്ത് ചെയ്തിട്ടുണ്ട്? ഖുർആൻ പരിഭാഷ ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൂപ്പർക്ക് ലോകം തിരിയാത്തത് കൊണ്ടാണെന്ന് പറയുന്നത് EK സുന്നിപ്പെട്ട ആൾക്കാരനെ ചിലരുണ്ട്. അതപ്പോൾ വലിയ അത്ഭുതം. ഇപ്പം എന്നിട്ട് അപ്പോൾ അതാണ് EK ഇടയ്ക്ക് പറയാനുണ്ടായിരുന്നു, സംഘടനയെ ന്യായീകരിച്ചുകയും വിമർശിച്ചുകൊണ്ട് തല നിൽക്കുമ്പം വാലാടാൻ പാടില്ല, തല പ്രസംഗിക്കുമ്പോൾ വാലാടാൻ പാടില്ല.
അപ്പോൾ ഇതിൻ്റെ തമ്മിൽ തല്ലാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ. ഈ സമസ്തയിൽ പണ്ടായ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം മഹാന്മാരായ പണ്ഡിതന്മാർ കുരുത്തക്കേടാണ്. സംഘടനയെ പറ്റിയേ പറയാൻ പറ്റുള്ളൂ. എൻ്റെ സംഘടന വലുതാക്കണം, മറ്റുള്ളവരോട് ഒന്നും ആകരുത്. ആരെ പറ്റിയാണ് പറയണമെന്നറിയോ? പ്രായമായ താടിരോമങ്ങൾ നിറച്ച മരിക്കാനായ പണ്ഡിതന്മാരെ പറ്റി, ദീനിനു വേണ്ടി സർവ്വതും ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ ദർസ് നടത്തുന്ന ആലിമികളെ പറ്റിയായി പറയുന്നത്. ഒരു ആബിദ് 1000 വർഷം ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠത ഉള്ളതാണ് ഒരു ദിവസത്തെ ഒരു മുദരിസ നടത്തുന്ന പ്രവർത്തനം, ഇൽമിനെ പഠിക്കലും പഠിപ്പിക്കലും. ഇത്രക്കും മഹത്തുള്ള ആളുകളാണ് ഈ പറയുന്നത്. ഇവിടെ ഏറ്റവും കളവ് പറയുന്ന ആളാരാണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ തന്നെ ഒരിക്കൽ പ്രസംഗിക്കുകയുണ്ടായി. അത് AP ആണ് ഏറ്റവും കളവ് പറയുന്ന ആളെന്ന്. ഇങ്ങനെ ഉസ്താദുമാരൊക്കെ ചീത്ത പറയാം. ഞാൻ ഗ്രൂപ്പിസത്തിൻ്റെ ആളായിട്ട്, ഞാൻ AP ഭാഗത്തിൽപ്പെട്ട ആളൊന്നുമല്ല, എന്നാലും എനിക്കത് പറയാൻ കഴിയും. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ സുന്നിയും ഒരുപോലെ ആവണം എന്നുള്ളതാണ്. എൻ്റെ ഉസ്താദുമാരിൽ എല്ലാവരും ഉണ്ട്, എല്ലാ സുന്നികളും ഉണ്ട്. എൻ്റെ ഉസ്താദ് ഫസ്റ്റിൽ AP കാരനായിരുന്നെങ്കിൽ പിന്നെ ഈ കാപ്പാട് ഉസ്താദിനെ പോലത്തെ EKയിൽപ്പെട്ട ആളുകളും പിന്നെ സമസ്ഥാനിൽപ്പെട്ട ഉസ്താദുമാരൊക്കെ എന്നെ പഠിപ്പിച്ച ഉസ്താദുമാർ അവരൊക്കെ എന്താണ് എല്ലാവരും ഒരുപോലെ കാണണം എന്നുള്ളതാണ്. എന്നാൽ സംഘടനൻ്റെ ആളുകളുണ്ടല്ലോ, ഈ വിദ്യാർത്ഥി സംഘടനൻ്റെ ആളുകൾ ഓല് പഠിപ്പിക്കണം എന്താണ്? നമ്മുടെ ഗ്രൂപ്പേ പറ്റുള്ളൂ, മറ്റുള്ളവരോട് സലാം പറയാൻ പാടില്ല, മുണ്ടാൻ പാടില്ല ഒക്കെ പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ തിരിച്ചടിച്ചല്ലോ. അപ്പോൾ ഇതാണ് കാലം ആർക്കെവിടെ. ഇപ്പോൾ ഈ AP പറ്റി എന്തൊക്കെയാണ് പറഞ്ഞത്? ആ AP ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹത്തിന് അരിവാൾ സുന്നി എന്ന് പറഞ്ഞ ആളുകൾ തിരിച്ച് അദ്ദേഹത്തിന് അവരെയും പറയാൻ തുടങ്ങി അരിവാൾ സുന്നിന്ന്. ഇതൊക്കെയാണ് കാലം ആർക്കും വേണ്ടിയും കാത്തുക്കൂല എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനത്തെ ആലിമികൾ പണ്ഡിതന്മാർ ഒന്നുമില്ലെങ്കിൽ അയാൾ നമ്മളെപ്പോലെ തണ്ടിൻ തടു ഈ AP അറിയുന്ന ആൾ നമ്മളെപ്പോലെ തണ്ടും തടിയുള്ള ആളല്ലേ? അയാൾ നല്ല അറിവുള്ള ആളെ ആയതുകൊണ്ടല്ലേ? സമസ്തൻ്റെ ജനറൽ സെക്രട്ടറി ആണ്ടിനി ആളായിരുന്നല്ലേ? അന്നൊക്കെ പ്രസംഗിച്ചിന് എന്താണ് 40 അംഗ ആളുകളും മുഷാവറയിൽപ്പെട്ട 40 ആൾക്കാരും നാട്ടികയൊക്കെ പ്രസംഗിക്കണ ഞാൻ കേട്ടിട്ടുണ്ട്. നാട്ടികോസ്തവൊക്കെ 40 ആളുകളും പ്രസിഡൻ്റ് ആകാൻ തരപ്പെട്ട ആളുകളാണ്, അത്രക്കും ഇൽമുള്ള ആളുകളാണെന്ന്. പിന്നെ ഒരാളല്ലേ പ്രസിഡൻ്റ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രക്കും സ്ഥാനം കൽപ്പിച്ചിരുന്ന പണ്ഡിതന്മാരെയാണ് ഇപ്പം നമ്മൾ, അയാൾക്കൊന്നും തിരിയില്ല, അയാൾക്ക് സമ്പത്തികമായ ആൾ, ഇങ്ങനെയൊക്കെ ആക്ഷേപിച്ച ആളുകൾ ഇപ്പം എന്ത് ചെയ്തി? അതൊക്കെ ഇവിടെ വണ്ണം കുടിച്ചു. ഈ ദുന്യാവും തന്നെ അവർ പരസ്പരം അങ്ങോട്ടുള്ള അതാണ് വിഷമാണെന്ന് പറഞ്ഞത്. വിഷം അറിഞ്ഞും അറിയാതെയും കഴിച്ചാലും നശിച്ചു പോകുന്നു. അപ്പം ഈമാൻ നശിക്കുന്നതിൻ്റെ മുമ്പൊക്കെ തൗബ ചെയ്ത് മടങ്ങി ഗ്രൂപ്പ് പറയാതെ അങ്ങോട്ടോട്ട് സംഘടന പറയാതെ എല്ലാവരും ഒന്നായി കണ്ട് ഉമ്മത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. എന്ത് EK, എന്ത് AP, എന്ത് സംസ്ഥാനം, ഇതൊക്കെയാണ് നമ്മൾ ഖബറിൽ എന്ന് ചോദിക്കുക. എല്ലാവരും ഒന്നാണെന്ന് മനസ്സിലാക്കി മഹല്ലിൽ വിത്തനുണ്ടാക്കാതെ മുമ്പൊക്കെ നടന്നിരുന്ന പോലെ മഹല്ലിൽ എല്ലാവരും ഉൾക്കൊണ്ട് ഒരു കാര്യങ്ങൾ ചെന്ന് പറയാൻ വിഷമമുണ്ടായാലും ചെന്ന് പറയലത് മുസ്ലിം ഉമ്മത്ത് ഒന്നടങ്കം ചെന്ന് പറയല ആ മഹല്ലിലായിരുന്നു. അങ്ങനത്തെ മഹല്ലിൽ പണ്ട് എല്ലാവരും കൂടെ ഉണ്ടാക്കിയ മഹല്ലിൽ പള്ളിയിൽ ഒരു ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടനൻ്റെ കലണ്ടറുകൾ തൂക്കി. എന്നിട്ട് എന്ത് ചെയ്യുക? ഞങ്ങളുടെ സംഘടനയ്ക്ക് ഇവിടെ നിലനിൽപ്പുള്ളൂ എല്ലാവരും കൂടെ ഉണ്ടാക്കിയ പള്ളിക്ക്. ഇതാണ് മുമ്പ് നജീബ് മൗലവി മഹല്ലുകൾ ശിഥിലമാകരുത് എന്നൊരു പരിപാടി ഉണ്ടാക്കിയിരുന്നു. അതിന് മറുപടിയായിട്ട് കൂടത്തായി വൈസി ഇവിടെ വന്ന് പ്രസംഗിച്ചു, ഒമ്പാട് വന്ന് പ്രസംഗിച്ചു. അയാൾക്ക് പിരാന്താണ്, അയാളുടെ മാനസികമാണ്, അദ്ദേഹത്തിന് നിങ്ങൾ കൊണ്ടുപോകണില്ലെങ്കിൽ ഞങ്ങൾ ഏൽപ്പിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചു. അതിൻ്റെയൊക്കെ കുരുത്തക്കെടുപ്പോൾ അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതാണ്, ഒരാളെ പറ്റിയും പറയരുത് നമ്മൾ. ഇവിടെ നജീബ് മൗലവി ആവട്ടെ, EK ആവട്ടെ, ജിഫ്രി തങ്ങളാവട്ടെ, ഇവരൊക്കെ മഹാപണ്ഡിതന്മാരാണ്. ഇവരൊക്കെ കാലിൻ്റെ അടിയിലുള്ള മണ്ണാകാൻ പോലും നമുക്ക് അർഹതല്ല. അങ്ങനത്തെ ആളുകളായി ചോട്ടകളാണ് ഈ പ്രസംഗിക്കുന്നതൊക്കെ. ഇതാണ് എന്ത് ചെയ്യണത്? മുറിയാലിമ ദീൻ പൊളിക്കുന്നത്. ആ അവസ്ഥ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. മുറിയാലിമീങ്ങളാണ് വന്നിട്ട് നമ്മുടെ സംഘടന വളർത്തുക എന്നുള്ള നിലയ്ക്ക് മറ്റുള്ളവരൊക്കെ ആക്ഷേപിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി അന്ന് നമ്മൾക്ക് ഹിദായത്ത് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഘടനാ പക്ഷപാതിത്വത്തെ നിർത്തേണ്ട കാലം കഴിഞ്ഞിട്ടുണ്ട്. തല നിലനിൽക്കണമെന്ന് പറഞ്ഞിട്ട് പോരോടോ തലയെ കെട്ടിനെ പറ്റി ചിന്തിക്കരുതെന്ന് EK പണ്ട് പറഞ്ഞതുപോലെ അതൊക്കെ മനസ്സിലാക്കി നമ്മുടെ കാര്യബോധത്തിനോട് അടുക്കണം എന്ന് പറയാൻ ഞാൻ അർഹനല്ലെങ്കിലും ഇത് കേൾക്കുന്ന ആളുകൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ നീങ്ങുന്ന ആൾക്കാർക്ക് ഇങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. എല്ലാവരും ഒന്നായിട്ട് കാണാം. എല്ലാ മുസ്ലിമുകളും ഒന്നാണ്. മുസ്ലിമീങ്ങളും സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കേണ്ടവരാണ്.
അപ്പം എല്ലാവരും ഒന്നായിട്ട് കാണുന്നൊരു സമയം ഇവിടെ മാലിക് ബിൻ ദീനാറും കൂട്ടരും വന്നപ്പം ഏത് ഈക്കക്കാരനോ എപ്പിക്കാരനോ സംസ്ഥാനക്കാരനോ എന്ന് ചോദിച്ചില്ല. ഇനി അവരെ അവരെ പ്രവർത്തനം കണ്ട് അവിടെ ഇസ്ലാമിലേക്ക് ജനങ്ങൾ വന്നത്. അവർ ഈ കറയില്ലാത്ത നിഷ്കളങ്കമായ ഹൃദയമായിരുന്നു അവർക്ക്. എല്ലാ മുസ്ലിമീങ്ങളെയും അവർ പരസ്പരം ആശ്ലേഷിക്കുമായിരുന്നു, അമുസ്ലിമീങ്ങളെയും ആശ്ലേഷിക്കുമായിരുന്നു. പരസ്പരം സലാം പറയുന്നതിലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിലോ മറ്റുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിലോ ജമാഅത്തിൽ പങ്കെടുക്കുന്നതിലോ ഒന്നും അവർക്ക് അഭിപ്രായത്തിൽ നമ്മളെ പണ്ഡിതന്മാർ വലിയ വലിയ പണ്ഡിതന്മാർ ഇരിക്കുന്ന സ്റ്റേജിൽ നിന്ന് ചോട്ടകൾ AP ഭാഗത്തു നിന്ന് പിരിഞ്ഞു പോകുന്ന ആളുകൾ സക്കാബിമാർ ആ AP കുറ്റം പറഞ്ഞിങ്ങനെ പ്രസംഗിക്കുമ്പോൾ ചിരിച്ച ആളുകൾ അപ്പോൾ കരയേണ്ടി വരുന്നത്. എന്നതുപോലെ മറ്റുള്ള ആളുകളും ആ ലോഹക്കുള്ളിൽ അറിയപ്പെട്ട ഇൽമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടും ആക്ഷേപിച്ചിരുന്നു സദഖത്തുൽ ഉസ്താദിനെ. എന്നിപ്പോഴല്ല സംസ്ഥാനം ഞാനാണ് സംസ്ഥാനം എന്നുള്ള കിബറാണ് അദ്ദേഹത്തെ നയിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നു. സംസ്ഥാനം കേരള സംസ്ഥാന മുത്തലുലമാന്ന് മൂപ്പര സംഘടനയ്ക്ക് പേരിട്ടപ്പോഴേ സമസ്ത എന്നുള്ള പേരിൽ 2 സംഘടന വേണ്ട എന്നുള്ളവർക്ക് കേരള സംസ്ഥാനത്തിലുള്ളതാണ് സംസ്ഥാനം എന്ന് പേരിട്ടപ്പം മൂപ്പരെ പറ്റി അന്ന് ആക്ഷേപം എഴുതിയിരുന്നു. അന്നത്തെ സുന്നി മാസികകളിൽ അന്നുള്ള ആളുകൾ വലിയ ആളുകൾ എഴുതി എന്താണ് സമസ്ഥാന ഞാനാണ് സമസ്ഥാനം എന്ന കിബറായിരുന്നു അദ്ദേഹത്തെ നയിച്ചിരുന്നത് എന്ന് ഇപ്പോഴല്ല മനസ്സിലാവുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ആലിമികളൊക്കെ പ്രായമായ തല നിറച്ച ആയിരക്കണക്കിന് മുത്താലിമികളെ വാർത്തെടുത്ത് എന്നുള്ള മുത്താലിമികൾ എന്നുള്ള ഉസ്താദുമാരൊക്കെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരല്ലേ. ഓക്കെ ഉസ്താദിൻ്റെ ശിഷ്യനല്ലേ AP. ഓക്കെ ഉസ്താദിൻ്റെ ഓക്കെ ഉസ്താദിൻ്റെ ശിഷ്യനല്ലേ ഈ ചെറുശ്ശേരി. ഇദ്ദേഹത്തെ ഈ ഓക്കെ ഉസ്താദിൻ്റെ ഉസ്താദാണല്ലോ സദഖത്തുൽ ഉസ്താദ്. ഇങ്ങനെയുള്ള ആലിമീങ്ങളൊക്കെ ഈ സനത് നബിയിലേക്ക് മുത്തസിലാകുന്നുണ്ട്. അപ്പോൾ ഈ സനത് മുത്തസിലാവുന്ന ഇവരൊക്കെയാണ് ഈ ചോട്ടുകൾ വിമർശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ദുരവസ്ഥയാണ് നമ്മൾക്ക് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളിൽ നിന്ന് രക്ഷിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുക. ഇതിനെ നമ്മൾക്ക് നിർവാഹമുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.